ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉച്ച തുടങ്ങി രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചോറുണ്ണാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ചെയ്യുകയാണ്. അപ്പം നമുക്കിന്ന് ആദ്യമായിട്ട് ഉള്ള കറി കക്കായിറച്ചിയാണ് കേട്ടോ. അത് നമ്മൾ അത്യാവശ്യം ഒന്ന് വറുത്ത ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇത് ചേനയാണ്. ചേന നമ്മൾ മെഴുക്കുരട്ടി പോലെ വെച്ചേക്കുവാണ്. പിന്നെ ഇത് കൊച്ചു മീനുണ്ട്. ഇത് പരവെന്നാണ് കേട്ടോ ഈ മീൻ പറയുന്ന പേര്. ഇത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് വറുത്തെടുത്തേക്കുവാണ്. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവേനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടായി വന്നതുകൊണ്ട് ചേട്ടായിയാണ് മിക്കപ്പോഴും അവളുടെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലീവിന് കിട്ടിയ അവധിക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ സമയം അവളെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ സോപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സോപ്പാണ് കേട്ടോ. ഇത് പിയേഴ്സിൻ്റെ സോപ്പാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം സോപ്പ് ഇന്നലെ നമ്മൾ തയ്യാറാക്കിയതാണ്. അത് നമ്മൾ എല്ലാം എടുത്തേക്കുവാണ് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടും. നമ്മൾ വാങ്ങിക്കുന്ന സോപ്പിനേക്കാളും നല്ലത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അയ്യമ്പാറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അയ്യമ്പാറ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം വെറുതെ ഒരു കോഫി വാങ്ങിച്ചു, ചേട്ടായി ഒരു ചായ വാങ്ങിച്ചു, പിന്നെ ഒരു സ്വീറ്റ് നെയിം വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ താഴെ അയ്യമ്പാറ താഴെ വശത്ത് പോയി ഇങ്ങനെ വെറുതെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അവധിയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. എല്ലാ ആൾക്കാരും ഇങ്ങനെ വരും കേട്ടോ. വെറുതെ വൈകുന്നേരം പോയി ഇരിക്കാനാണെങ്കിലും നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ്. പിന്നെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുന്ന ഒരു ടൈമിലാണെങ്കിലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു ക്ലൈമറ്റും ഒക്കെ ആയിരിക്കും. നമ്മൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ അവർക്ക് വീട്ടിലുള്ളവർക്കും കൂടെ കഴിക്കാനുള്ളത് വാങ്ങിച്ചിട്ട് തിരിച്ചു പോരുവാണ്. ഇപ്പോൾ സന്ധ്യ മയങ്ങിയ ഒരു നേരമായിട്ടുണ്ട് കേട്ടോ. വിളക്ക് കത്തിക്കുന്ന ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. 6:30. പിന്നെ അവിടെ അവധിയുള്ള ദിവസങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരുവാണ്. നമ്മൾ നേരത്തെ ചെല്ലുമ്പോൾ തന്നെ ഇഷ്ടംപടി ആൾക്കാർ കാണും. അപ്പം പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്ന് അവർ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം രാത്രിയാകുമ്പോഴത്തേക്കും ആണെങ്കിലും നല്ല തിരക്കായിരിക്കും. നല്ലൊരു ക്ലൈമറ്റും എല്ലാം ആണ്. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷനുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തുനിന്നും ആൾക്കാരിങ്ങനെ വരാറുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് വൈകുന്നില്ല, അതിന് മുന്നേ വീട്ടിലേക്ക് നേരെ തിരിച്ചു പോരുമല്ലേ. ഇല്ല രാത്രിയൊക്കെ ആവുകയാണെങ്കിലാണ് കുറച്ചും കൂടെ ഒരു നല്ലൊരു ആംബിയൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിരിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്ഥലമാണ്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അങ്ങ് തിരക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ അവിടെ ചെറുതായിട്ടൊരു കൂൾ ബാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കുകയോ അതുപോലെ എന്തെങ്കിലും നാരങ്ങ വെള്ളം കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും അവിടെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസും ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണെങ്കിലും വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. പെട്ടെന്ന് തന്നെ നമുക്ക് വന്നിട്ട് പോരാവുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വിഷുവിനെടുത്ത കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതപ്പം ആ സമയത്ത് പിറ്റേ ദിവസം കൊച്ചിന് ചെറുതായിട്ടൊരു പനിക്കോളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പൊട്ടിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പൊട്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് വെറുതെ എടുത്ത് പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ വെറുതെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചതാണ്. നമുക്കിങ്ങനെ പടക്കമൊക്കെ ആണെങ്കിൽ സൗണ്ട് കേൾക്കുന്ന സാധനങ്ങളൊക്കെയാണ് നല്ല പേടിയാണ്. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊട്ടിക്കുന്ന ഈ പൂത്തിരി അങ്ങനെ ചക്രം അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ പൂത്തിരി അതുപോലെ കമ്പിത്തിരി അതുപോലെ ചക്രം അതൊക്കെ വെറുതെ ഇങ്ങനെയൊക്കെ പൊട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചുണ്ടായിരുന്നു, ഉണ്ണിക്കുട്ടൻ, അവനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ പടക്കം പൊട്ടിക്കുകയും പൂത്തിരി കത്തിക്കുകയൊക്കെ എല്ലാം തീരാറായി കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു തണുപ്പുള്ളൂ. അല്ലെങ്കിൽ പകലൊക്കെ ആണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് മഴ പെയ്തപ്പോഴത്തേക്കും നല്ലൊരു ക്ലൈമറ്റൊക്കെ വന്നായിരുന്നു. നല്ലൊരു തണുപ്പും കാര്യങ്ങളും എല്ലാം വന്നായിരുന്നു. ഇപ്പോൾ അങ്ങ് ചൂട് നന്നായിട്ട് കൂടാൻ തുടങ്ങി കേട്ടോ. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചോറിന് പകരം ചെറുതായിട്ടൊന്ന് മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മച്ചിക്കാണെങ്കിലും മാഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാഗിക്കകത്ത് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഉണ്ടാക്കും കേട്ടോ. അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ ചടപടയെന്ന് വേഗം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാഗിയുടെ 2 എണ്ണം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി എല്ലാവരും കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ചൂടുവെള്ളത്തിനകത്തോട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പൊടി അങ്ങോട്ട് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അത്യാവശ്യം ഒന്ന് തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന ആ ഒരു കണ്ടീഷനൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മാഗിയുടെ പീസസ് ഇതിങ്ങനെ ഒടിച്ചിടുന്നതാണ്. ചിലരിങ്ങനെ ഒടിച്ചിടും, അല്ലെങ്കിൽ ചിലർ ഇത് മുഴുവനായിട്ടിടും. ഞാനാണെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ഇടാറുള്ളൂ. എനിക്ക് കുറച്ച് ഇങ്ങനെ നൂല് കുറച്ച് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് വലിഞ്ഞ് നിൽക്കുന്ന അതാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഇവർക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. കട്ട് ചെയ്ത് വെറുതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കാറുള്ളായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് വെജിറ്റബിൾസൊക്കെ വഴറ്റിയിട്ട് പിന്നെ മുട്ടയൊക്കെ ഉടച്ചിട്ട് അതൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കോണം കേട്ടോ. ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം വെറുതെ ഒക്കെ ഇരുന്നു. ഇപ്പം നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്.